അറിവിൻ്റെയും വിദ്യയുടെയും കേന്ദ്രമായ മൂകാംബിക ദേവി ക്ഷേത്രത്തിലോട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അവിടെ മാത്രമല്ല, പോകുന്ന വഴിയിലുള്ള കയറാൻ പറ്റുന്ന എല്ലാ അമ്പലത്തിലും കയറി ദർശനം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാറിൽ പോയി ഫാമിലി ട്രിപ്പാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും, കാണുക. അപ്പോൾ നമുക്ക് യാത്ര കണ്ടാലോ? കമോൺ. ഹലോ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വാഹനം. ഇതിലാണ് ഞങ്ങൾ പോകുന്നത്. ഇത് ഞങ്ങളുടെ സ്വന്തം കാറാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന്, ഞങ്ങൾ ഫാമിലി ആൾക്കാർ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ ഫാമിലി ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് പോവുകയാണ്. ഇതാണ് തന്നെ എൻ്റെ അച്ചാമ്മ. ചവ ഫുൾ വൈബാണ് കേട്ടോ. എ സി കാരണം ചെവിയിൽ കാറ്റടിക്കാതിരിക്കാൻ തോർത്തൊക്കെ മൂടിക്കൊണ്ടാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് ഓച്ചിറ അമ്പലത്തിലായിരുന്നു. അവിടെ ഞങ്ങൾ ചെന്ന് അവിടെ എല്ലാം കണ്ടു, തൊഴുതു. ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ഒരു അമ്പലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ്ലി ഇവിടെ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ സെക്കൻഡ് ഡേ രാവിലെ ഒരു 3-3:30 ആയിട്ട് എണ്ണിച്ച് കുളിച്ച് ഒരുങ്ങുകയാണ്. എനിക്ക് കണ്ണടയൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ അമ്മയുടെ ഫോണിൽ തന്നെ അങ്ങ് നോക്കി ഒരുങ്ങുകയാണ്. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലാട്ടെ. ഇവിടെ വന്നു, ദേവിയെ കണ്ടു, തൊഴുതു. സത്യം പറയുന്ന ഒരു നല്ല സമാധാനമുള്ളൊരു, ഒരുപാട് ഒച്ചയും ബഹളമൊന്നുമില്ല, നല്ല സമാധാനമുള്ളൊരു അമ്പലം ഞങ്ങളൊക്കെ കണ്ടു, തൊഴുതു. കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അമ്മ എനിക്ക് ചന്ദനമൊക്കെ ഇട്ടതിന് ഇനി ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അല്ല, ഞാൻ ചമ്മയും കൂടി വരുത് കേട്ടില്ലേ ഗീസ്. ഇങ്ങനെ പോയി ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്താണ്, ഞാൻ കോഫിയാണ് കുടിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കാറിൽ പോവുകയാണ്. കുറേ ദൂരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഇങ്ങനെ കാറിൽ ഇറങ്ങി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് ബോറടിക്കത്തില്ലേ കാറിൽ ഇരുന്ന്, എന്തോ പ്രത്യേകിച്ച് ഉറക്കം തന്നെ ഉറക്കം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്ന് ഇറങ്ങി ബ്രേക്കൊക്കെ എടുത്തു. ഞങ്ങൾ മരങ്ങളും കാടുകളും എല്ലാം കടന്ന്, പുഴകളും കപ്പലും പാലം വരെ കടന്ന് ഞങ്ങൾ അങ്ങനെ അവസാനം മുത്തപ്പൻ്റെ അവിടെ എത്തിയേക്കുവാണ് കേട്ടോ, മുത്തപ്പനെ കാണാനായിട്ട്. ആദ്യം തന്നെ പാർക്ക് ചെയ്തിട്ട് ഒരു ഹോം നോക്കി. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ശ്രീ മുത്തപ്പൻ ടൂറിസ്റ്റ് ഹോം കിട്ടി. നല്ല കുഴപ്പമില്ല, നല്ല വൃത്തിയൊക്കെ ഉള്ള ഒരു റൂമായിരുന്നു. ഇതാദ്യം ഞങ്ങൾ ആദ്യം നോക്കിയ റൂം. പിന്നെ കണ്ടപ്പോഴേ എൻ്റെ അനിയൻ കയറി കിടന്നു. പക്ഷേ ഞങ്ങൾ വേറെ റൂമിലാണ് കിടന്നത്. അത് കഴിഞ്ഞ് വേണ്ടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. വെയിൽ കാണാച്ചവൻ മാറി നിൽക്കുന്നതാണ് കണ്ടത്. ഇപ്പം ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. എന്തായിരുന്നു അത് തന്നെ, ഫുഡ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഗൈസ്. റൂമിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കഴിച്ചതിന് ശേഷം ഒരു ക്ഷീണം മറ്റായിട്ട് ഒരു ഐസ്ക്രീമും കൂടെ അങ്ങ് കഴിച്ചു. ഐസ്ക്രീം കഴിച്ച് നല്ലൊരു ഉറക്കം അങ്ങ് പാസ് ചെയ്തു. അതിനൊരു 4 മണി ആയപ്പോഴത്തേക്കും എണ്ണിച്ച് വീണ്ടും ഒന്ന് മുഖമൊക്കെ കഴുകി ഒരുങ്ങിയിട്ട് ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് വന്നു. ചായയെല്ലാം കുടിച്ചതിന് ശേഷം ഞങ്ങൾ എത്തിയിരിക്കുകയാണ് മുത്തപ്പൻ്റെ അടുത്ത് ഇപ്പോഴാണ് തൊഴാൻ കയറിയത്. ഞങ്ങളങ്ങനെ അവിടെ എല്ലാം തൊഴുതിന് വന്ന ശേഷം ഇതാണ് സ്പെഷ്യൽ ഇവിടുത്തെ പ്രസാദം. നല്ലതായിരുന്നു കേട്ടോ. കഴിച്ച് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്നു. നല്ല പ്രസാദമായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ പുഴയെല്ലാം കണ്ട് നല്ല പ്രകൃതി സൗന്ദര്യമൊക്കെ കണ്ടിങ്ങനെ വന്നു. ഇനി ഞങ്ങൾ എടുത്തോട്ട് പോവുകയാണ്. ഇനി ഞങ്ങൾ ടൗണുകളെല്ലാമാണ് കടന്നു പോകുന്നത്. എവിടോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വേറെ ഒന്നുമല്ല, ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലാണ്. ഇവിടെയുള്ളൊരു സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? രാത്രി മാത്രമേ ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. രാവിലെ എല്ലാം പുരുഷന്മാർക്കുണ്ട്. അങ്ങനെ കുറച്ച് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഈ അമ്പലിൻ്റെ എന്ത് രസമൊക്കെ ആണ്. ഒരുപാട് സ്റ്റോൺ വർക്കുകളൊക്കെ ഉള്ള പണ്ടത്തെ രാജാവുമാരൊക്കെ ഉണ്ടാക്കിയ ഒരു അമ്പലമാണ്. ഇനി മൂന്നാമത്തെ ദിവസമാണ് ഗായ്സ്. മൂന്നാമത്തെ ദിവസം രാവിലെ ഒരു 6 മണി ആയപ്പോഴത്തേക്ക് എല്ലാവരും ഒരുങ്ങി എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ പെട്ടിയും കിടക്കയെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ് ഗൈസ്. ഇതിന് വിശന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾ ഇവിടെ ഹോട്ടൽ വൃന്ദാവൻ നെക്സ്റ്റ് പുവർ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് മൂകാംബികയിലോട്ടാണ് പോകുന്നത്. ഇതാണ് മൂകാംബിക ടെമ്പിളിൻ്റെ ഒരു മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കയറിയിട്ടാണ് ഇനി അടുത്തടുത്തോട്ട് പോകുന്നത്. ഞങ്ങളങ്ങനെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ പോകും. ഞങ്ങളാണെങ്കിൽ ഫസ്റ്റ് തന്നെ വനദേവതമാരുടെ അടുത്താട്ടോ തൊഴുതത്. ഗേറ്റ് കഴിഞ്ഞ് തന്നെ അടുത്ത് വനദേവതമാരുടെ ഇതാട്ടോ. ഈ ദേവതമാരാണ് നമ്മുടെ മൂകാംബിക ദേവിയെ സംരക്ഷിക്കുന്നത് എന്നാണ് ഐതിഹ്യം. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി പെട്ടിയെല്ലാം വെച്ചതിന് ശേഷം ഞങ്ങൾ ചെന്ന് മൂകാംബികയിൽ ഫസ്റ്റ് തൊഴുതു. അവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് വെച്ചാൽ 3 നേരം തൊഴണം എന്നാണ് അവിടുത്തെ ഒരു ഇത്. ഞങ്ങൾ ഒരു നേരം തൊഴുത് അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ടാണ് ഞങ്ങൾ അടുത്ത അമ്പലത്തിലോട്ട് പോയത്. ഈ അമ്പലം ഏതാണെന്നറിയാം? മുരുടേശ്വരം ആട്ടോ. ഇവിടെ വന്നു, മഹാദേവൻ്റെ അമ്പലമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ എല്ലാം തൊഴുത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ
ഒത്തിരി സംഭവങ്ങളുണ്ട്. ഒത്തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ചുണ്ട്. ആ ബീച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. അതിന് ഒത്തിരി സാധനങ്ങളെല്ലാം ഉണ്ട്. മീൻ വരെ അവിടെ ആണെങ്കിൽ എന്താണ് വറുത്ത് നമുക്ക് തരുന്നതായിരിക്കും. കമ്മല് ഒത്തിരി സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നു. ഞങ്ങൾ മൂകാംബികയിലാണ്. ഇനി രണ്ടാമത്തെ നേരത്തെ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി. ഇനി ലാസ്റ്റ് ഡേ 4th ഡേ ആ കണ്ടുകൂട്ട് തന്നെ പെട്ടിയെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. കണ്ടില്ലേ, ഞങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ്. ഇപ്പം വേണ്ട എനിക്ക് അച്ചാമ്മയാണെങ്കിൽ അച്ചാമ്മയുടെ അനിയത്തിയാട്ടോ, എൻ്റെ സ്വന്തം അച്ചാമ്മയുടെ അനിയത്തി. എനിക്കാണെങ്കിൽ ഒരു പൂവൊക്കെ വെച്ച് തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ തന്നെ അടുത്താണ് ഈ സൗപർണിക നദി ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ച് നേരം നിന്ന് ഒന്ന് ഇതാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം. ബൈ.